ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യം തന്നെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് പ്രഷർ കുക്കറിൽ പെട്ടെന്നൊരു ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. സാധാ വെജിറ്റബിൾ ഓയിലിനെക്കാട്ടിലും വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി വറ്റൽമുളകും കറിവേപ്പിലയാണ് കേട്ടോ ചേർക്കേണ്ടത്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് സവാള ഒന്ന് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ കൊച്ചുള്ളി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ കൊച്ചുള്ളി എടുത്തിട്ടില്ല. കൊച്ചുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു തക്കാളി ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. തക്കാളി കൂടുതൽ ആവശ്യമില്ല നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായി ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവാണ് കേട്ടോ പൊടികൾ ചേർക്കാൻ. ഇപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 2-2.5 സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഗരം മസാല നമ്മൾ ഇതിൽ കൂടുതലാവരുത്. അപ്പോൾ 1/2 സ്പൂൺ ഗരം മസാലയെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത്. 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് നമുക്കിനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇത് 1 കിലോ ബീഫുണ്ട്. 1 കിലോ ബീഫ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം മസാലയൊക്കെ നന്നായി പിടിക്കും. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഓർക്കുക. ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങാനീരിന് പകരം വിനാഗിരി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം പൊടികളുടെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 4 വിസിൽ കേൾപ്പിക്കുമ്പോൾ നമ്മളുടെ ബീഫ് നല്ല വെന്ത് കിട്ടും. അപ്പം ഇതിനി ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അടച്ച് വെച്ച് ഒരു 4 വിസിൽ കഴിഞ്ഞിട്ട് നോക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട. അപ്പം ഇതിൽ നിന്ന് നന്നായി ആവി വന്നതിന് ശേഷം നമുക്ക് വിസിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 4 വിസിൽ കേട്ട് ഫുൾ പ്രഷർ പോയിട്ടുണ്ട്. നമ്മളെ ബീഫ് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഒന്നുകിൽ ഈ സ്റ്റേജിൽ എടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഗ്രേവി ഉള്ള ടൈപ്പ് വേണമെന്നുണ്ട്. കുറച്ച് ഗ്രേവിയും കൂടി ആവാനായിട്ട് ഞാനിതിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ബീഫ് കുക്ക് ചെയ്യാൻ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിലാണ് കേട്ടോ ഇത് ഫുള്ള് കുക്കായി വന്നത്. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പെരുന്നാളിന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. ഹാപ്പി ഈദ്.